എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാഴ്ചയ്ക്ക് അതിമനോഹരമായൊരു അലങ്കാര ചെടിയാണ് ബൊഗെയ്ൻവില്ല. വ്യത്യസ്ത നിറങ്ങളിലുള്ള ബൊഗെയ്ൻവില്ല ചെടികൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഉഷ്ണകാലത്ത് വർണ്ണപ്പകിട്ടോടെ കാണപ്പെടുന്ന ഇതിൻ്റെ പൂക്കൾ കണ്ണിനും മനസ്സിനും സന്തോഷം പകരുന്നു. ബൊഗെയ്ൻവില്ല ചെടികൾ നമ്മുടെ വീടുകളിൽ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുവാനും അവയിൽ നിറയെ പൂവുകൾ ഉണ്ടാവുവാനും നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ബൊഗെയ്ൻവില്ല ചെടികൾ നിറയെ പൂക്കുന്നതായി നമുക്ക് കാണാം. ബൊഗെയ്ൻവില്ല ചെടികളുടെ പ്രായമായ കമ്പുകളിൽ നിന്നും ചെടി നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന തൈകൾ വഴിയുമൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് ബൊഗെയ്ൻവില്ല ചെടികൾ നട്ട് വളർത്താവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മുടെ ബൊഗെയ്ൻവില്ല ചെടികൾ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നിറയെ പൂക്കൾ ഉണ്ടായി കുറേയൊക്കെ കൊഴിഞ്ഞുപോയി പുതിയ പൂവുകൾ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. ബൊഗെയ്ൻവില്ല ചെടികളിൽ പൂവുകൾ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 4 മുതൽ 6 ആഴ്ച വരെ ചെടി ഇങ്ങനെ പൂവിട്ട് നിൽക്കും. വ്യത്യസ്ത നിറങ്ങളിൽ നമ്മൾ കാണുന്നത് ബൊഗെയ്ൻവില്ല ചെടികളുടെ ഇലകളാണ്. ഇവയെ ബ്രാക്ടർ എന്നാണ് പറയാറ്. ഇതിൻ്റെ യഥാർത്ഥ പൂവ് വെള്ള നിറത്തിലുള്ള ചെറിയ പൂവാണ്. 5-6 ബ്രാക്റ്റുകളാൽ ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു. നല്ല വളക്കൂറുള്ള മണ്ണിൽ നന്നായി വളരുന്ന ചെടിയാണിത്. പൂക്കൾ ഉണ്ടാവാത്ത കാലയളവിലും മാസത്തിലൊരിക്കലെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളകളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്തതിന് ശേഷം മണ്ണ് ചെറുതായി ഇളക്കി ആവശ്യമായ വളം നൽകണം. ഇപ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള ജൈവ വളങ്ങളുടെ മിക്സൊക്കെ ചെടികളുടെ ചുവട്ടിൽ നിന്ന് അകത്തി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ NPK 19-19 പോലെയുള്ള വളങ്ങളും നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തൊലി, പഴത്തൊലി എന്നിവ വെള്ളത്തിലിട്ട് വെച്ച് 14 ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഈ ലായനി 3 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നീർപ്പിച്ച് ചെടികളുടെ ഇലകളിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ചെടികളുടെ ചുവട്ടിലും ഈ ലായനി ഒഴിക്കാവുന്നതാണ്. നന്നായി പൂക്കൾ ഉണ്ടാവാനും പൂക്കളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. വേഗത്തിൽ വളരുവാനും പൂക്കൾ ഉണ്ടാവാനും ബൊഗെയ്ൻവില്ല ചെടികളെ അതിൻ്റെ പ്രൂണിങ് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടി നമ്മൾ ബൊഗെയ്ൻവില്ല ചെടികളുടെ പ്രൂണിങ് നിർത്തും. അപ്പോൾ ഇതുപോലെ പുതിയ ശിഖരങ്ങൾ അതിൽ നിന്ന് വളർന്നു വരും. അവയെല്ലാം പിന്നീട് ചൂട് ഉള്ള കാലാവസ്ഥയിൽ നിറയെ പൂവിട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാം. ചെടികളുടെ വലിപ്പം കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള പ്രൂണിങ് സഹായിക്കും. പുതിയ ബൊഗെയ്ൻവില്ല ചെടികളെ മെച്യൂർഡ് ആയിട്ടുള്ള ശാഖകളിൽ നിന്നും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്ന ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ശാഖയാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത്. ചാണകപ്പൊടിയും മണ്ണും കൂടിയുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ശാഖ മുറിച്ച് ഈ സെയിം ചെടിച്ചട്ടിയിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അതിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ബ്രാഞ്ച് നിറയെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനും പൂക്കൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. 2 വർഷം കൂടുമ്പോൾ നമുക്ക് പ്ലാന്റ് റീപോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ ചട്ടിയിലായിരുന്നു നമ്മളിത് നട്ട് വളർത്തി വന്നിരുന്നത്. അതിനുശേഷം നമ്മൾ ഇത് റീപോർട്ട് ചെയ്തതാണ്. 2 വർഷം കൂടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വലിയ ചട്ടികളിലേക്ക് മാറ്റാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മണ്ണും വളങ്ങളും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ശക്തമായ സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു അലങ്കാര ചെടിയാണ് ബൊഗെയ്ൻവില്ല. പകൽ മുഴുവനും വെയിൽ കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ചെടികളെ വയ്ക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണിത്. ചൂടുള്ള കാലാവസ്ഥയിൽ ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ബൊഗെയ്ൻവില്ല ചെടികൾ നന്നായിട്ട് വളരുകയും അവയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാത്ത സീസൺ ആണെങ്കിൽ കൂടിയും നമ്മൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും നൽകി ചെടിയെ സംരക്ഷിക്കണം. ബൊഗെയ്ൻവില്ല ചെടികൾ ചെടിച്ചട്ടികളിൽ മാത്രമല്ല നിലത്ത് മണ്ണിലും നമുക്ക് വെച്ചു പിടിപ്പിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.